ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ 2, 3 വീഡിയോസ് ഞാൻ സ്നാക്കാണ് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വാങ്ങിക്കുന്ന ഷീറ്റ് അല്ലാണ്ട് ഹോം മെയ്ഡ് ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ പരത്തി ഇടങ്ങാറാവുക ഒന്നും വേണ്ട, ദോശ പോലെ ചുട്ടെടുത്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാലും നല്ല ക്രിസ്പി ആയിരിക്കും. സാധാരണ നമ്മൾ ദോശ ചുട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരു പദം പോലാണ് ഉണ്ടാവുക. ഇതങ്ങനെയല്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ റോളിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ 2 മീഡിയം സൈസുള്ള ഒരു ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതിന്, അതുപോലെ തന്നെ 2, 3 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാട് വാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ അത് ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിന്. ഇനിയിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവൊക്കെ താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികൾ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് ഉപ്പ് കേട്ടോ. ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്. നമ്മൾ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിന് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫില്ലിംഗ്. ഇത് വെച്ചിട്ട് എന്തും ചെയ്യട്ടെ, സമൂസക്കോ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരിക്കോ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് തന്നെയാണ്. ഇനിയിപ്പോൾ അതാ ചൂടൊക്കെ ഒന്ന് അതായതിൻ്റെ ശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു തീയിൽ അതിനൊന്ന് വാടി വന്നോളൂ, അത്രയും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ദോശയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനൊരു 1/2 കപ്പാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തന്നെ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എത്രയാണോ മൈദ എടുക്കുന്നത് അത്ര തന്നെ കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല. അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലവറും അതേപോലെ തന്നെ മൈദയൊക്കെ ചെറുതായിട്ടൊരു കട്ട കെട്ടിയ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു അളവ് ഞാൻ കാണിച്ചു തരാം. അല്ല, പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയായിട്ടാണുള്ളത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, വെള്ളം പോലെ ഒഴിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ ആയിരിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ കയ്യിലിൻ്റെ ബാക്കിലൊന്ന് ഇങ്ങനെ വരച്ച് നോക്കിയാൽ ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. അതാണ് ഒരു പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതാ ഞാൻ പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ കയ്യിൽ ആ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെതിപ്പം വലിയൊരു ഫ്രൈ പാനാണ്. അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പം തന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം തീയിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇത് പോരാ, കുറച്ചും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് നല്ല ലൂസായിരിക്കണം ഇതുപോലെ കേട്ടോ. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ അതാ ആ ഒരു കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നൊരു ഭാഗം ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗവും നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ട്രേയിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ട് വെക്കണം കേട്ടോ. കുറച്ച് കോൺഫ്ലവർ ഇവിടെ മാറ്റിയും വെക്കണം. ആ ഒരു കോൺഫ്ലവറിൻ്റെ മേലേക്കാണ് ഈ ദോശ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേലെയും കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ തന്നെ വേണം കേട്ടോ, മൈദപ്പൊടി പറ്റൂല. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ചുട്ടെടുക്കുന്നതും ഇതേപോലെ തന്നെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്ത രണ്ടാമത്തെ ഞാൻ ഇതേപോലെ ഓരോ പ്രാവശ്യവും ഇടുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ദോശ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം കോൺഫ്ലവർ അതിലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അത് അടിയിലേക്ക് പോയിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് ഒരേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ ചുട്ട് വെച്ച അതിൻ്റെ മേലല്ലേ നമ്മൾ കോൺഫ്ലവർ ഇട്ട് വെച്ചത്, അതിൻ്റെ മേലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മേലെയും കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് കോൺഫ്ലവർ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കേണ്ടത്.
ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ചുട്ട് വെച്ചതാണ്. ഓരോന്നും ചുട്ട് വെക്കുന്ന സമയത്ത് മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ക്രിസ്പി ആയി പോവും. അപ്പോൾ ദാ ഞാൻ എല്ലാം അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് ഒരു 9 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയത് 9 ദോശയാണുള്ളത്. കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ചുട്ടെടുത്തത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയില്ല, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അതിനാണ് നമ്മൾ കോൺഫ്ലവറും മൈദയും ഒരേ ഈക്വലായിട്ട് നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ ദോശ എടുക്കുക. എന്നിട്ട് അതിൽ സെൻറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിംഗ് ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ഈ ഒരു ഫില്ലിംഗ് തന്നെ വേണമെന്നില്ല. വെജിറ്റബിൾ വെച്ചിട്ട് പൊട്ടാറ്റോൻ്റെ മസാലയൊക്കെ ഇല്ലേ നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന, അതൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടുള്ള, മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കില്ലേ നമ്മളൊരു മസാല, അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഓരോ ദിവസം ഓരോ മസാല വെച്ച് ഉണ്ടാക്കിയാൽ വെറൈറ്റി ആയിട്ട് എന്താ പറയുക, പലതരം ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അത് 2 ഭാഗവും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെറുതെ മടക്കുന്നതിന് പകരം ഞാനിവിടെ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചതാണിത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് പ്രസ്സായിട്ട് നിന്നോളും. അങ്ങനെ പ്രസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഈസിയാണ്, നമുക്ക് നല്ല ടൈറ്റായിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നല്ല ഷേപ്പിലുള്ള, നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ റോള് നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടി. പിന്നെ ഈ ലാസ്റ്റ് വരുന്ന ഭാഗത്തും കുറച്ചൊന്ന് മൈദപ്പൊടി ഒന്നിങ്ങനെ പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കുറേ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നോമ്പിനൊക്കെ 2-3 ദിവസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളതോ ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിലിട്ട് വെച്ച് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഒരു മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന സാധനമാണിത്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മൊത്തം കേട്ടോ. ഇത്രയാണ് എനിക്കിപ്പോൾ ദോശ കിട്ടിയത്. ഇപ്പം കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നമുക്കൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കാം. എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് പൊരിക്കാനും പറ്റും. ഇങ്ങനെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലെങ്കിൽ സിബ്ലോക്ക് ബാഗിൽ വെച്ചാലും മതി. ഇനിയിപ്പോൾ അത് പൊരിച്ചെടുക്കുക. പൊരിക്കാൻ വേണ്ടി ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തത്. ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ അതിൽ പോവുള്ളൂ. പിന്നെ തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ആ ഒരു ചെമ്പിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ ആ ഒരു ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം തിരിച്ചിട്ടാൽ ചിലപ്പം തിരിച്ചിട്ട ഭാഗത്തേക്ക് നിൽക്കില്ല, അത് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതിനാണ് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കണേ. ഇപ്പോൾ 2 ഭാഗവും ഞാൻ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീരെ എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് നേരം ക്രിസ്പി ആയിട്ടൊന്നും നിൽക്കൊന്നുമില്ല. ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കുറച്ച് സമയത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ കണ്ടില്ല, എന്തൊരു ഭംഗിയല്ലേ. മാഷാ അല്ലാ, നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയാണ്. നമ്മൾ സാധാരണ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ പേസ്ട്രി നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല കിരികിരി ശബ്ദം കണ്ടില്ല, നല്ല. ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഉള്ളോട്ടൊന്നും ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല. അതുപോലെ തന്നെ പുറം ഭാഗത്തും ഒരു എണ്ണ കുടിച്ച പോലെ ഒരു ഫീലിംഗ് ഒന്നും പുറം ഭാഗത്തും ഉണ്ടാവില്ല. നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കണ്ടില്ല, നല്ല സൂപ്പറാണ്. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പല പല എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് തിന്നാനും പറ്റും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പൊക്കെയാണ് വരുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.